ഇനി കൊളാബിലാണ് ഏറ്റവും വലിയ ആഗ്രഹം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഐഡിയാസിനെക്കാട്ടിലും നമുക്ക് ഒത്തിരി എക്സ്പാൻഡ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും നമുക്ക് പറ്റും. ഞാനിപ്പോഴും അയർലൻഡിലെ 2 ആർട്ടിസ്റ്റുകൾ റയാനും മെൽവിനുമായിട്ട് തഗ്ദും തകതിമിതം എന്നുള്ളവർ കൊളാബ് ചെയ്തു. അത് ആക്ച്വലി ഞാൻ ഇപ്പോഴും അങ്ങോട്ടുള്ള യൂറോപ്പ് ട്രിപ്പിലെല്ലാം ഭയങ്കര പോപ്പുലറായി ആ പാട്ട്. ഇപ്പോഴത്തെ നമ്മൾ ജെൻസി കുട്ടികളുടെ ഇടയിൽ വീണ്ടും നമുക്ക് തഗ്ദും അവരുടെ തമ്പുരാട്ടിയും ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെയുള്ള കൊളാബുകൾ വഴി നമ്മൾ മനസ്സിലാക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമേ അല്ല അവർക്ക് വേണ്ടുന്നതും അവരുടെ ഇഷ്ടങ്ങൾ. ഇപ്പം കറക്റ്റായിട്ട് ഈ പറയുന്ന പോലെ ഈ ജെൻസി എന്ന് പറഞ്ഞാൽ അത് ഡിഫറെൻ്റ് ആണ്, ഒരു ഏലിയൻസ് തന്നെയാണ് യഥാർത്ഥത്തിൽ. അവരുടെ ഒരു ചിന്തയും എല്ലാം ഡിഫറെൻ്റ് ആണ്. അതെനിക്ക് ആക്ച്വലി ഈ കഴിഞ്ഞ ഒരു ടൂറിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഈ പാട്ട് ഇറങ്ങി ഞാൻ അത്യാവശ്യം യാത്ര ചെയ്തപ്പോഴത്തേക്കൊക്കെ ഒത്തിരി ഈ ഒരു ബാച്ചിൻ്റെ മ്യൂസിക്കൽ വൈബ് എന്താണെന്നും അവർക്കുള്ള ഇഷ്ടങ്ങൾ ഞാനൊന്നും കേൾക്കാത്ത ഒത്തിരി പാട്ടുകൾ എനിക്ക് പണ്ട് മുതൽ ഞാൻ ഒത്തിരി പാട്ട് കേൾക്കുന്നതാണ്. പക്ഷേ എങ്കിലും നമ്മുടെ ലിസ്റ്റിലൊന്നും വരാത്ത ഒത്തിരി പാട്ടുകൾ കേൾക്കാൻ പറ്റി. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇപ്പം എക്സാമ്പിൾ ട്രാവിസ് സ്കോട്ട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആൽബം ഫീം, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ വീണ്ടും കേൾക്കാൻ പറ്റി. അപ്പോൾ കൊളാബുകൾ എപ്പോഴും ഈ പറയുന്ന പോലെ നമുക്ക് 1-2 കാര്യങ്ങൾ ഫർദറായിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റും. പിന്നെ നമ്മുടെ പ്രായവും കുറയ്ക്കാം. പിന്നെ എടുത്തു പറഞ്ഞിട്ടുള്ളൊരു ആഗ്രഹമാണ് അപ്പാച്ചെ ഇന്ത്യനുമായിട്ട്. അത് ഓൾമോസ്റ്റ് നടക്കാനിരുന്നതാണെന്ന്. ഇപ്പൊ എന്തെങ്കിലും അതിന് അപ്ഡേറ്റ് എന്തെങ്കിലും? പക്ഷെ അപ്പാച്ചെ ഇന്ത്യൻ ഇപ്പോൾ നമുക്ക് അദ്ദേഹമായിട്ടൊന്ന് കൊളാബ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ പലരും ഈ ഒരു ആവശ്യം ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. താമസിച്ച് നടക്കാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അതും നല്ലൊരു സംഭവം. അദ്ദേഹം ഈ പറയുന്നത് പോലെ ഒരു ഇന്ത്യൻ അപ്രോച്ച് ആദ്യമായിട്ട് കൊണ്ടുവന്ന ആൾക്കാരിൽ ഒരാളാണ്. അത് കാരണം നമുക്ക് ഫർദർ സ്കോപ്പ് ഉണ്ട് അതിൽ. ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ EDM എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവങ്ങൾക്ക് നല്ലതാണ്. ലാസ്റ്റ് ആയിട്ട് ഒരു ഇന്ത്യൻ മെത്തോളജി ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടൊക്കെ ചെയ്തത് അദ്ദേഹം ചെയ്തായിരുന്നു. നമശിവായ ചെയ്തായിരുന്നു. അതെ അദ്ദേഹത്തിൻ്റെ ഫാനായിരുന്നു ഞങ്ങൾ കോളേജ് ടൈമിൽ അദ്ദേഹത്തിൻ്റെ ഫാനായിരുന്നു ഞാൻ. അദ്ദേഹത്തിൻ്റെ ഫാൻ ക്ലബിലൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് അദ്ദേഹം കൊച്ചിയിൽ ഷോ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കൊച്ചിയിൽ അതെ അന്ന് മുതലേ ഇഷ്ടം. അപ്പം ഞാൻ അദ്ദേഹത്തെ ആക്ച്വലി റെക്കോർഡിങ്ങിനെല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു 10 years മുമ്പ്. പിന്നെ അത് മാറിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഇനിയും സെറ്റാകാം. ഈ ഫിലിം മ്യൂസിക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ കൊറിയോഗ്രാഫി അറിയുക എന്നുള്ളത് കമ്പോസറിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ അത് ആവശ്യമാണോ? ഇതാണ് കൊറിയോഗ്രാഫി എന്ന് താങ്കളോട് പറയാറുണ്ടോ? അത് ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്നത് നമ്മുടെ വിദ്യാസാഗർ സാറ് പറയുന്നുണ്ട്. പുള്ളി കമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഇങ്ങനെ ഒരു സുന്ദരി ഡാൻസ് ചെയ്യുന്നത് അദ്ദേഹം മനസ്സിലിങ്ങനെ കാണുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ആ ലൈൻ തന്നെയാണ് നമ്മളും എപ്പോഴും. എനിക്ക് പണ്ട് മുതലേ ഈ ഡാൻസ് സോങ്സിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. പോപ്പുലറായിട്ടുള്ള ഡാൻസ് പണ്ട് ഡാൻസ് ചെയ്യില്ലെങ്കിലും മനസ്സിൽ ഈ ഒരു ഡാൻസറുണ്ട്. ഡാൻസ് സോങ്സിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഇപ്പോഴും എന്താണ് നമ്മുടെ ഇന്ത്യൻ താളങ്ങളാണെങ്കിലും എല്ലാം. അത് കാരണം അങ്ങനത്തെ ഒത്തിരി പാട്ടുകൾ ശ്രദ്ധിക്കും. അപ്പോൾ ബൈ ചാൻസിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു എന്താണ് ഡാൻസ് സ്വഭാവം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഒരു കൊറിയോഗ്രഫി കണ്ടാൽ നല്ലതായിരിക്കും. അതെനിക്ക് ഞാൻ ഈ ഒരു സംഭവം നേരത്തെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മുടെ കന്നഡയിൽ ഹരികൃഷ്ണ എന്നുള്ളൊരു മ്യൂസിക് ഡയറക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ സക്കത്ത ഗൗള ഭയങ്കര ഹിറ്റാണ് നമ്മുടെ ഇവിടെ, ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം സ്റ്റേജിൽ, അതുപോലെ ദേവിശ്രീ പ്രസാദ്, അദ്ദേഹം പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോഴും ഡാൻസാണ്, ഭയങ്കര ഡാൻസും. അപ്പം അത് വേറൊരു വൈബ്രേഷനാണ് യഥാർത്ഥത്തിൽ. ജസ്റ്റ് ഗിഫ്റ്റ് അങ്ങനെ തന്നെയാണ്, താങ്കളുടെ പെർഫോമർ കൂടെയാണ്, സ്റ്റേജ് ഷോകൾ ചെയ്യുന്ന ആളാണ്. ഇപ്പം ഇതൊക്കെ ചെയ്തു തുടങ്ങി. സ്റ്റേജ് ഷോകളാണ് കൂടുതൽ താല്പര്യം. ഇപ്പം യഥാർത്ഥത്തിൽ ലൈവാണ് കൂടുതൽ ചെയ്യുന്നത്. കമ്പോസിങ് ഇപ്പം ജയരാജ് സാറിൻ്റെ ശാന്തമീ രാത്രിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കന്നഡയിൽ എസ് നാരായണ സാറുടെ ഒരു പടവും ചെയ്യുന്നുണ്ട്. കമ്പോസിങ്ങിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ ഒന്നെന്ന് വെച്ചാൽ ഒത്തിരി സമയം അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ
ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമ്മൾ കമ്മിറ്റ് ചെയ്യാവൂ എന്നുള്ള ഒരു സംഭവത്തിലാണ്. ശാന്തമി രാത്രിയിൽ അതെന്ത് ജോണറാണ്, മ്യൂസിക്കലി എന്താണ് എക്സ്പ്ലോർ ചെയ്യുന്നത്? ശാന്തമി രാത്രിയിൽ മെലഡി ഉണ്ട്, മെലഡി ഒരു 2-3 മെലഡി ഉണ്ട്, ഫാസ്റ്റും ഒരു 2-3 നമ്പേഴ്സ് ഉണ്ട്. ഒരു സാധാരണ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ ഒരു ഫോക്ലോർ ഓറിയൻറ്റഡ് പാട്ടുണ്ട്, മെലഡി ഉണ്ട്. സാധാരണ നമ്മൾ ഹിപ്പ് ഹോപ്പും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സും എന്തായാലും തീർച്ചയായിട്ടും അതിനകത്തുണ്ട്. എന്ത് മൂഡിലുള്ള പടമാണ് ഇപ്പൊ എന്തെങ്കിലും പറയാം? അതൊരു ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറി മീൻസ് അത് ഒരു പഴയതും പുതിയതുമായിട്ടുള്ള ഒരു 2 ലവിൻ്റെ ഒരു മിക്സപ്പാണത്. പഴയ UK ആണ് ബേസ് ചെയ്തിരിക്കുന്ന സ്റ്റോറി. ഈ ഫോക്ലോറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ട്രൈബൽ മ്യൂസിക്കിനും ഒരുപാട് ഒരു ഫാൻ ബേസ്, ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ആണ്. ഇതിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അത് നമുക്ക് സിനിമാറ്റിക് ആക്കാൻ പറ്റിയ ഒത്തിരി ഘടകങ്ങളുള്ള ഒരു ഫീൽഡായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒത്തിരി ക്യാച്ചിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് അതിനകത്ത് നിന്ന് ഹുക്ക് എടുക്കാൻ പറ്റും, ഹുക്ക് ലൈൻസ് കിട്ടും. അതുപോലെ ഒരു മാസ് അപ്പീലാണ് എപ്പോഴും അങ്ങനത്തെ മ്യൂസിക്കുകൾക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഒരു വലിയൊരു ക്രൗഡിനെ എൻകറേജ് ചെയ്യിപ്പിക്കത്തക്ക ഒരു എലമെൻ്റ് എപ്പോഴും ഈ ഫോക്കിനകത്തും ഈ ട്രൈബൽ മ്യൂസിക്കിലും ഉള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കൂട്ടായ്മയുടെ ഒരു എലമെൻ്റ് എപ്പോഴും നമുക്ക് ഫിലിമിനും നമുക്ക് നല്ലതാണ് എപ്പോഴും. ഈ മലയാള സിനിമയിൽ പണ്ട് പാട്ടെന്ന് പറഞ്ഞ ഒരു പ്രധാന ഘടകമായിരുന്നു. അല്ല, 10-15 സീൻ കഴിഞ്ഞൊരു പാട്ട് വരിക, ഒരു ലവ് സോങ് വരിക. ഇപ്പോൾ അത് സിനിമയുടെ കൂടെ പോകുന്ന ഒരു ഘടകമായില്ലേ? ഇപ്പൊ പാട്ടിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞതായിട്ടോ അതോ വേറെ രീതിയിൽ അത് മാറിയതായിട്ടോ തോന്നുന്നു? പാട്ടിൻ്റെ ഇമ്പോർട്ടൻസ് ചില പടങ്ങളിൽ തരത്തില്ല, പക്ഷേ ഇപ്പോൾ സൗണ്ട് ട്രാക്കായിട്ട് വെളിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ പ്രൊമോയ്ക്ക് വേണ്ടിയും അതല്ലാതെ സൗണ്ട് ട്രാക്കിന് വേണ്ടിയൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ പാട്ടുകളുടെ ഒരു സാന്നിധ്യം സിനിമയിൽ ഇപ്പം നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളതുപോലെ ഒരു സർഗം, ഹിസൈനസ് അബ്ദുള്ള, അങ്ങനത്തെ ഒരു ഫുള്ളി മ്യൂസിക്കൽ സോങ്സ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് തോന്നുന്ന സെയിം ഫിലിം സിറ്റുവേഷൻ്റെ കാര്യങ്ങൾ കൊണ്ടാകാം. പിന്നെ ഇപ്പോൾ പുതിയ ജനറേഷന് വേണ്ടിയുള്ള പടങ്ങളാവുമ്പോഴത്തേക്ക് അവരുടെ ഇഷ്ടം പ്രധാനമായും കണക്കാക്കേണ്ടതുണ്ട്. അതുകൊണ്ടുകൂടെ ആയിരിക്കാം എന്ന് തോന്നുന്നു. അതേസമയം തന്നെ മ്യൂസിക് ഭയങ്കര പൊളിറ്റിക്കലാണ്. പല ആൾക്കാരും സാർ വന്നതുപോലെ തന്നെ പറയാൻ വിചാരിച്ച ഞങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ തോന്നുന്നത്? മ്യൂസിക് ആസ് എ പൊളിറ്റിക്കൽ തീർച്ചയായും അതാണ് ഞാൻ പറയുന്നത് പോലെ പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ ബോബ് മാർലിയുടെയോ അങ്ങനത്തെയൊക്കെ ഉള്ള അവരുടെയൊക്കെ ഒരു മെസ്സേജ് മ്യൂസിക് വഴിയാണ് വെളിയിൽ കൊടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ അതുപോലെ നമ്മുടെ മെസ്സേജുകൾക്ക് എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഘടകമായിട്ട് മ്യൂസിക് മാറിയത് തീർച്ചയായിട്ടും നല്ലത് തന്നെ. അപ്പോൾ മ്യൂസിക്കിൻ്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. ഈ മ്യൂസിക് വഴി നമുക്ക് എന്ത് സ്വാധീനവും നമുക്ക് ചെലുത്താൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഫാക്ടറായിട്ട് എപ്പോഴും തോന്നാറുണ്ട്. ഒരു എലമെന്റ് ഓഫ് റെബലിസം കൂടെ ഉണ്ട് തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമൂഹത്തോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു വഴി കൂടെ ആയി മാറുന്നു. അതെ, ഒരു റെബലിസ്റ്റിക് സ്വഭാവം അത് ഈ പറയുന്നത് പോലെ അത് നമ്മുടെ ഒരു എക്സ്പ്രഷൻ ബേസ്ഡ് ആയിരിക്കാം. കാര്യം സൊസൈറ്റിയോട് പറയാനുള്ള കാര്യവും ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഫർദറായിട്ട് ഇനി അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം മ്യൂസിക് വഴി എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. മ്യൂസിക്കിന് അങ്ങനെ ഒരു പവർ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഈ സ്ട്രക്ചേഴ്സ് ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ലക്ഷ്മി അവാർഡ് കൊടുത്തതിനും അതിനെതിരായിട്ട് ഈ റെബലിസം യഥാർത്ഥത്തിൽ മ്യൂസിക്കിൽ നമുക്ക് ഓരോ ആൾക്കാരെയും ഓരോ ടൈമിൽ നമുക്ക് സ്കെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹം TM സാറിൻ്റെ അത് പറയുന്നതിൽ പുള്ളി അല്ലാതെ തന്നെ ഈ കർണാട്ടിക്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം പല പല മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുകയും ഒരു ബ്രോഡ് ലൈനിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ളതായിരിക്കാം. ഈ പറയുന്നത് പോലെ അതിർവരമ്പുകൾ വിട്ട് മാറാനുള്ള ഒരു ശ്രമം പലർക്കും
അവർക്ക് വേണ്ട എന്ന് തോന്നുന്ന ഒരു ഗ്രൂപ്പ് എപ്പോഴും കാണുമല്ലോ. അപ്പം അതിന് ഒരു ഒപ്പോസിഷൻ തീർച്ചയായിട്ടും എപ്പോഴും കാണും. ഇതിലെന്താണ് കറക്റ്റ് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ നമ്മളെക്കാട്ടിലും എന്താണ് ഇപ്പോഴ് അത് കാണേണ്ടി വരുന്ന ജനതയാണ് അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടിയോ ഇല്ലെന്ന് ചിന്തിക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലായിട്ട്. ഇപ്പം ഞങ്ങൾ ഈ പറയുന്നത് പോലെ എല്ലാ രീതിയിലും പുതിയ കാര്യങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് പോലെ എല്ലാവരും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. ഇപ്പം നേരത്തെ പാടുന്ന കാര്യം ചോദിച്ചപ്പോൾ നമ്മൾ കൊടുക്കുന്നൊരു ഫ്രീഡം എല്ലാവരും കൊടുക്കണമെന്നില്ല. ഇപ്പോൾ പലർക്കും പല കോൺസെപ്റ്റിൽ വിശ്വാസം ഉള്ളത് കാരണം പലപ്പോഴും നമ്മുടെ ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് എന്താണ് അതിൽ അടിയുറച്ച് നിൽക്കുന്നതാണ് പലപ്പോഴും പലരും ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. അല്ല, ജാസി ഗിഫ്റ്റിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? അതായത് എങ്ങനെ ഒരു മ്യൂസിക് ഇല്ലെങ്കിൽ ക്ലാസിക് വേർഷൻസ് അത് എത്രത്തോളം ഡിസൈറബിൾ ആണ്, എത്രത്തോളം അഭിലഷണീയമാണ്? അല്ലെങ്കിൽ മ്യൂസിക്കിനെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, മ്യൂസിക് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഉള്ളത്. മ്യൂസിക് അപ്ലൈ ഈ നേരത്തെ പറഞ്ഞതുപോലെ മ്യൂസിക് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. മ്യൂസിക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിന് മാത്രം ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് ഈ പറയുന്നത് പോലെ നമുക്ക് എല്ലാവരുടെയും കോൺസെപ്റ്റിൽ എന്താണ് ശരി, ഇപ്പം നമുക്കിപ്പോൾ എന്താണ് ശരി, നമുക്ക് തെറ്റല്ലാത്ത രീതിയിൽ എന്തൊക്കെ ഒബ്സേർവ് ചെയ്യാം, അതനുസരിച്ച് നമ്മൾ കോൺസെപ്റ്റ് കൊണ്ടുപോകാം എന്നുള്ളതാണ് നല്ലത്. പലപ്പോഴും അറിയാമല്ലോ, ഈ ക്ലാസിക്കലും പോപ്പുലറും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും പണ്ട് മുതലേ ഉണ്ട്. അത് നമ്മുടെ മ്യൂസിക്കിൽ മാത്രമല്ല, അത് വേൾഡിലെ തന്നെ എല്ലാ മ്യൂസിക് എടുക്കുമ്പോഴത്തേക്കും ഈ പോപ്പുലറും ക്ലാസിക്കലും തമ്മിലുള്ള ഒരു ഉരസൽ എപ്പോഴും കാണും. അത് പക്ഷെ അതിനൊരു നാരോ ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എത്ര ശ്രമിച്ചാലും ഇതിന് രണ്ട് എക്സ്ട്രീമായിട്ട് നിൽക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.